വീക്കെൻഡ് ആയതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് കുന്നംകുളത്തേക്കാണ്. കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ജിനിച്ചേട്ടന്റെ തട്ടുകടയിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ 2-3 ഫാമിലീസ് ഉള്ളത് കൊണ്ട് അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കൊള്ളി ബീഫ്, കൊള്ളി പോർക്ക്, കൊള്ളി ബോട്ടി, ചിക്കൻ പാർട്സ്, കാടമുട്ട ഫ്രൈ, ചിക്കൻ കറി. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് കൊള്ളി ബീഫ്, കൊള്ളി പോർക്ക്, കൊള്ളി ബോട്ടി. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് കൊള്ളി ബീഫ്. ഞങ്ങൾ പോകുന്ന സമയത്ത് വാവ നല്ല ഉറക്കമായിരുന്നു. അവിടെ എത്തിയപ്പോഴും വാവ നല്ല ഉറക്കം തന്നെയാണ്, ആളെ എണീറ്റിട്ടില്ല. പൊന്നൂസിൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. മൂപ്പര് ആ വെള്ളം ഒറ്റയെടുപ്പിന് എങ്ങനെ കുടിച്ച് തീർക്കാം എന്ന് ഗവേഷണം നടത്തുമായിരുന്നു. ഉണ്ടാക്കുന്ന ഓരോ ഐറ്റവും ആൾ കുറച്ച് സമയമെടുത്തിട്ടാണ് ഉണ്ടാക്കി തന്നത്. കാരണം ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അത്രയും പെർഫെക്റ്റ് ആവണമെന്ന് ആൾക്ക് നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത 3 ഐറ്റംസും റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഈ സമയത്താണ് ബുൾസൈയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 2 ബുൾസൈ എന്ന് കൂടി പറഞ്ഞപ്പോൾ ആ ചേട്ടൻ 2 ബുൾസൈ തട്ടി പ്ലേറ്റിലിട്ടു. സംഭവം എപ്പോഴാണ് മനസ്സിലായത്, ആൾ കുറച്ച് സമയം എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെങ്കിലും അതിൻ്റെ റിസൾട്ട് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ഒരു സജഷനും ഇല്ല, സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഒരു പാഴ്സലും പറഞ്ഞു കേട്ടോ. ആ പാഴ്സലാണ് കേട്ടോ ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ ഭാഗത്തു കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് തട്ടുകട ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ കടയ്ക്ക് പോകുന്നതാണ് കേട്ടോ നല്ലത്. ഇനി വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ച് പറഞ്ഞാൽ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.